ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിലെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ ശ്യാമ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ആ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് പാടിയത് ഈ ഒരു നടയിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ പാട്ട് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചാണ് പാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെൻ്റെ ഒരു നിവേദിയായിട്ട് കാണണം. കാരണം ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെ ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മുന്നിൽ. അപ്പോൾ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമാണെങ്കിൽ കടുത്തൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം തന്നെ ജീവിതം ഇവിടെ തന്നെ അവസാനിപ്പിക്കാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ശ്യാമക്ക് കൺഫേം ആയിരിക്കാണ് ഒരിക്കലും തന്നെ മകൾ ഇനി തിരിച്ചു വരത്തില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം തന്നെ നടക്കാൻ പോകുന്നില്ല. പിന്നെ ആ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്യാമ അവിടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. വരുന്ന രാധിക ആ ഒരു അമ്പലത്തിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനും ഉണ്ട്. അവർ ആ സമയം കൊണ്ട് എത്തിയിരിക്കുമോ, ആ മരുന്ന് കഴിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ആ ഒരു പേടിയിലാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ രാധികയാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അവൾ പേടിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ളൊരു ഭയമാണ് എന്തായാലും രാധികയ്ക്കുള്ളത്. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ വരുണിനോട് ചോദിക്കുന്നുണ്ട്, വരുൺ എനിക്ക് എൻ്റെ അമ്മനെ ഇനി കാണാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ഇമോഷണലായി ഇങ്ങനെ ചോദിക്കുകയാണ്. അവർ വരുണ് പറയുന്നുണ്ട്, ഇങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട, നമ്മൾ എന്തായാലും ശവമേടത്തിൻ്റെ അടുത്ത് നിന്നെ ഞാൻ എത്തിച്ചിരിക്കും. അത് എങ്ങനെയാണെങ്കിലും ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ നിന്നെ അവിടെ എത്തിച്ചിരിക്കും. അവരത് ആ ഒരു പിൽസ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കവിടെ എത്താം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ അമൃതേടത്തിയുണ്ട് വേറൊരു കാറിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ആദ്യം എത്തുന്നത് എന്നുള്ള രീതിയിലാണ്. ആരെത്തിയാലും ആ ശ്യാമനെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് തടയണം എന്നുള്ള ലക്ഷ്യത്തിൽ അവരെന്തായാലും വേഗത്തിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമൃതേടത്തി അവർക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അല്ല വരുണ് എവിടെ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഞങ്ങളിപ്പോൾ അവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെ വരുണ് പറയുന്നുണ്ട്. അപ്പോൾ അമൃതേടത്തി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കാകെ പേടിയാവുന്നു വരുണ് എന്തെങ്കിലും ശ്യാമക്ക് സംഭവിക്കുക എന്നാണ്. കാരണം ക്ഷമയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മകളെ അവരെ സ്വീകരിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ആ ജീവിതം തന്നെ. പക്ഷേ രാധിക അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. മകളിനി ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ എന്തായാലും അവളുടെ ജീവിതം അവസാനിപ്പിക്കും, അവരൊറ്റ കാരണം കൊണ്ട് തന്നെ അവളുടെ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമൃതേടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുണ് പറഞ്ഞിട്ട്, നിങ്ങൾ അങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിരിക്കും, ശ്യാമമാഡത്തിൻ്റെ ജീവിതം നമുക്ക് രക്ഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമൃതേടത്തി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രാധികയ്ക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ രാധികനോട് ഇങ്ങനെ അമൃതേടത്തി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ നിനക്ക് കുറച്ച് നേരത്തെ പറയാമായിരുന്നു, എന്നാൽ നമുക്ക് ഈ ശ്യാമയുടെ ഈ ഒരു തീരുമാനത്തെ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അമൃതേടത്തി രാധികനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മനെ തിരിച്ച് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരയാണ്. അപ്പം വരുണ് പറയുന്നുണ്ട്, നിൻ്റെ അമ്മനെ നിനക്ക് തിരിച്ച് കിട്ടും, നീ യാതൊരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമൃതേടത്തി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എവിടെ എത്തിയത്, അത് ഏതാ സ്ഥലം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവന് ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അമൃതേടത്തി പറയുന്നുണ്ട്, അയ്യോ വരുണേ നിങ്ങൾ വഴി തെറ്റിയാണ് വന്നത്, അതും നിങ്ങൾ തിരിഞ്ഞു പോവേണ്ട സ്ഥലത്ത് നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ്, ഇനി അവിടെ തിരിച്ചെത്തുമ്പോൾ ഒരുപാട് ടൈം ആവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വഴി അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വഴി തെറ്റിയത്, അതും സാരമില്ല, ഞങ്ങളിനി ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങനെ തിരിച്ചു പോക്കോളാം, അമൃതേടത്തി ഒരു പേടിയും പേടിക്കണം, ഞാൻ എന്തായാലും അത്രയും പെട്ടെന്ന് അവിടെ തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അമൃതേടത്തിനെ വരുൺ ആശ്വസിപ്പിക്കണം. അവരാണെങ്കിൽ വഴി തെറ്റി ഒരുപാട് ദൂരം അങ്ങ് സഞ്ചരിച്ച് പോയിട്ടുണ്ട്. അപ്പം അമൃതേടത്തി പറയുന്നുണ്ട്, ഓക്കെ പെട്ടെന്ന് എത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ്. ശ്യാമയാണെങ്കിൽ അമ്പലത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്, ഇനി കൂടുതലൊന്നും നിന്നിട്ട് കാര്യമില്ല, ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഈ ശ്യാമ അവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അവൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ പാട്ട് പാടുകയാണ്. അപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് അമ്പലനിവാസികളും അവിടെ വന്ന ആളുകളും എല്ലാവരും അവർക്ക് ചുറ്റും ഉണ്ട് പ്രാർത്ഥിക്കാനൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ശ്യാമ തൻ്റെ ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ഫിദ മേഡത്തിൻ്റെ രൂപത്തിൽ അവരെ രാധികനെ സ്നേഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആ ഭക്ഷണം വാരിക്കൊടുത്തതും അവളെ സ്നേഹിച്ചിരുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു നിമിഷങ്ങളൊന്നും തൻ്റെ മകളോടൊപ്പം ചിലവഴിക്കാൻ അവർക്ക് സമയം കിട്ടില്ല എന്നുള്ള ആ ഒരു സങ്കടവും ഒക്കെ ആ പാട്ടിലങ്ങനെ അവരെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാടുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ അവരങ്ങനെ കരയുന്നുണ്ട്, ഇനി അവസാനത്തെ പാട്ടായിരിക്കും എന്നുള്ള രീതിയിലാണല്ലോ ശ്യാമ പാടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണലായിട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടൊക്കെ കഴിഞ്ഞ്
അവർ ആ പിൽസിൻ്റെ ബോട്ടിൽ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം കയ്യിലേക്ക് അങ്ങ് 2 പിൽസ് എടുക്കുകയാണ്. എന്നിട്ട് അതങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്യാമ ആ ഒരു പിൽസ് എടുത്ത് ആ മരുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണെങ്കിൽ അവിടെ അടുത്തുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല. അവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്യാമ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നത് തന്നെ അവരാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ശ്യാമ ഇങ്ങനെ ആ മരുന്ന് വായയിലേക്ക് ഇടാൻ നേരത്താണ് നമ്മുടെ വരുണും രാധിക അവിടെ എത്തുന്നത്. അപ്പോൾ അവർ വേഗം ഡോറ് തുറന്ന് അങ്ങ് നോക്കുമ്പോൾ തന്നെ ഈ രാധിക കാണുന്നത് നമ്മുടെ ശ്യാമ ആ പിൽസ് എടുത്ത് അങ്ങനെ കഴിക്കാനും വേണ്ടി വായിലേക്ക് ഇടാൻ നിൽക്കുന്നതാണ്. അപ്പോൾ രാധിക അങ്ങ് ഓടുകയാണ്, എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവിതം രക്ഷിക്കണം, തൻ്റെ അമ്മനെ എനിക്ക് തിരിച്ചു വേണം എന്നുള്ള മട്ടിലൊക്കെയാണ് രാധിക അങ്ങ് ഓടുന്നത്. രാധിക ഓടിക്കഴിഞ്ഞതിന് ശേഷം അവൾ ഉറക്കെ അങ്ങ് വിളിക്കണം, അമ്മേ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഈ ശ്യാമ ആ ഒരു അമ്മ എന്ന വിളി കേട്ട് അങ്ങ് ഞെട്ടുകയാണ്. കാരണം ഒരിക്കലും അത് പ്രതീക്ഷിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ചിന്തിച്ച ആ ഒരു വിളിയാണ് അവർ കേട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിളി അങ്ങ് കേൾക്കുമ്പോൾ അവരങ്ങ് അവിടെ സ്റ്റക്കായി നിൽക്കണം. അപ്പോൾ അവർ ആ മരുന്ന് വായിലേ ഇടാതെ എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടതെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകും നമ്മുടെ രാധിക ഓടി വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങ് ശ്യാമക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ശ്യാമ ഒരിക്കലും വിശ്വസിക്കാതെ അങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു കാഴ്ച അവർ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുമെന്ന് വിചാരിച്ചതുമല്ല. രാധികയാണെങ്കിൽ ഇനി ഒരിക്കലും അമ്മനെ തിരിച്ച് അവർക്ക് വേണ്ട, ഇങ്ങനെ വേഷം മാറി തൻ്റെ മുന്നിൽ അഭിനയിച്ച ഒരു അമ്മയെ എനിക്ക് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അത് അന്വേഷിച്ച് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ആ ഒരു മകളാണ് ഇപ്പോൾ തിരിച്ച് അമ്മയെന്നൊക്കെ വിളിച്ച് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ അവിടെ കിടന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ അത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നിന്ന് ആ ഒരു സമയത്താണ് തൻ്റെ മകൾ അങ്ങ് തിരിച്ചു വരുന്നത്. അപ്പോൾ രാധിക വേഗം ശ്യാമയുടെ അടുത്തേക്ക് അങ്ങ് ഓടുകയാണ്. അപ്പോൾ ഓടിപ്പോയി ഈ അമ്മേനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്, അമ്മയെന്നൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ ശ്യാമാണെങ്കിൽ ആകെ തരിച്ച് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സീൻ അവർ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. തൻ്റെ മകളാണ് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, അതും അമ്മയെന്ന് വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് വാരി പുണരുകയാണ്. അപ്പോൾ അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാരായിരിക്കും അമ്മയെന്ന് വിളിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതായിരിക്കും ആ നഷ്ടപ്പെട്ടു പോയ മകള് എന്നുള്ളൊരു ധാരണ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ വെക്കുന്നു എല്ലാം ഉണ്ട്. അപ്പോൾ അവസാനം ഇവർ വീണ്ടും മുഖത്തോട് മുഖം നോക്കി വീണ്ടും കെട്ടിപ്പിടി തന്നെ. അപ്പം ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു കാര്യമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. തൻ്റെ മകളെ അവർ അത്രയും നേരം അങ്ങ് വാരിപ്പുണരുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ പറയുന്നുണ്ട്, ഇതെൻ്റെ മകളാണ്, ഞാൻ പ്രസവിച്ച മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ ഇവളെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. വരുൺ എന്തായാലും ഈ സീനൊക്കെ അങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. അവനിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കാലത്തെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ അവസാന റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു മട്ടിലാണ് അവൻ നോക്കി നിൽക്കുന്നത്. ആ സമയത്ത് അമൃതേടത്തി അവിടെ എത്താണ്. അമൃതേടത്തി ഈ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഓടി വരുന്നത്. അമൃതേടത്തി അവരുടെ ജീവൻ രക്ഷിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ഓടി വരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ രാധികയും ശ്യാമയും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ പിന്നെ അമൃതേടത്തിക്ക് ഒരുപാട് സമാധാനമാവാണ്. അപ്പോൾ അമൃതേടത്തി വേഗം ശ്യാമയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഏടത്തി വരുണേ കണ്ടോ, എൻ്റെ മകളാണ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്, എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ആ ഒരു സന്തോഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമൃതേടത്തി പറയുന്നുണ്ട്, നിൻ്റെ മകൾ ഇവിടെ തിരിച്ചു വന്നില്ല എന്നൊക്കെ അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവസാനം ശ്യാം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ നടയിലിരുന്ന് പാട്ട് പാടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധികനെ പിടിച്ചിട്ട് ആ ഒരു നടയിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടാൻ തുടങ്ങിയത് ഈ ഒരു നടയിൽ വെച്ചിട്ടാണ്, ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ പാട്ട് തുടങ്ങിയത്, ഇവിടെ നിന്നായിരുന്നു ഞാൻ പാട്ട് പഠിച്ചത്, ഇതൊക്കെയാണ് എൻ്റെ നാട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് അവിടെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ആളുകളോടൊക്കെ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെയുള്ള എല്ലാവർക്കും അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ രാധികനോട് പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരുന്ന ഒരു പാട്ട് അങ്ങ് പാടാം, കാരണം ഇവിടെ നിന്നാണല്ലോ എൻ്റെ തുടക്കം, എൻ്റെ ജീവിതം തന്നെ ഇവിടെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ഐശ്വര്യമായിട്ട് ഒരുമിച്ച് അങ്ങ് പാട്ട് പാടി തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് പാട്ട് പാടുകയാണ്. ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും കെട്ടിപ്പിടിക്കലും ആ സ്നേഹം പ്രകടിപ്പിക്കലും ഒക്കെ തുടങ്ങണ്. പിന്നെ എന്തായാലും അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സമാധാനത്തിൽ അങ്ങ് തീർന്നിരിക്കുകയാണ്. അമ്മയും മകളും അങ്ങ് ഒരുമിച്ചായിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പ്രിയങ്കയുടെയും സുകുമാരി മുത്തശ്ശിയുടെയും കാര്യം അങ്ങനെയല്ല, അവരുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. അവർ ആ ജയിലിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സെല്ലിലുള്ള ആ സ്ത്രീകളും ആ ഒരു പോലീസുകാരനെയും കൊണ്ട് അങ്ങ് സെല്ല് തുറന്നങ്ങ് വരികയാണ്. അപ്പോൾ ഈ കയറി വരുന്ന സമയത്ത് പോലീസുകാർ നമ്മുടെ സുകുമാരി മുത്തശ്ശിനോടും പ്രിയങ്കനോടും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്തത്, നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ട് നിങ്ങൾ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവിടെ ഭക്ഷണം വിളമ്പുന്ന തന്നെ അവരുടെ ആ റൂമിലുള്ള ആ കുറ്റവാളികളാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു അനീതിക്കെതിരെ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടെ അവിടെയും ശബ്ദം ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ,
ഭക്ഷണം വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അളവിലാണ് ഭക്ഷണം വിളമ്പേണ്ടത്. ഇവിടെ എന്തൊരു അനീതിയാണ് ഇവർ കാണിക്കുന്നതെന്ന്. ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുന്നല്ലോ, അവരൊരുപാട് ഭക്ഷണം എടുക്കുക, ഒരു കണക്കിന് ഒരു ഭക്ഷണം തരുന്നില്ല. ഇതിൻ്റെ എതിരൊന്നും നിങ്ങളെന്തായാലും ശബ്ദം ഉയർത്തൊന്നും തോന്നുന്നില്ല, നിങ്ങളെന്തായാലും ഇതിനൊന്നും പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞങ്ങളെങ്കിലും പ്രതികരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരി മുത്തശ്ശി അവിടെ നീതി പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട് ഇവർ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ആ ഒരു കംപ്ലയിൻറ്റ് ബോക്സിൽ കംപ്ലയിൻ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അവൻ പ്രിയങ്ക പറയുന്നുണ്ട് അതെ ഞങ്ങൾ ആ കംപ്ലയിൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഉദ്യോഗസ്ഥരാരെങ്കിലും വരുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കാണാമല്ലോ, നിങ്ങളെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്കയും കൂടി കൂട്ടി പറയാണ്. ജയിൽ നിവാസികളാണെങ്കിൽ ഇവരെ ഈ സംസാരമൊക്കെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ മട്ടിലാണ് ഇവർ നിൽക്കുന്നത്. എന്തായാലും ആ പോലീസുകാർ അവിടെ മുന്നിലുള്ളതുകൊണ്ട് അവരൊന്ന് ഒതുങ്ങി നിൽക്കണ്. അപ്പോൾ ഈ പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങളെന്ത് ജയിൽ നന്നാക്കാൻ വന്നതാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നന്നാക്കിയിട്ടേ പോവുള്ളൂ, എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്ക് കിടക്കാതെ ഭക്ഷണം കഴിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസുകാർ അങ്ങ് അവിടുന്ന് പോവാണ്. അപ്പോൾ ഈ സെല്ലൊക്കെ അടച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇവർ തമ്മിലായി. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്കെന്താ ഇത്ര വലിയ കംപ്ലയിൻറ്റ് എന്നൊക്കെ ആ സ്ത്രീകൾ ഇവരോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നിങ്ങളിവിടെ കാണിക്കുന്ന അനീതികളെ അത് ഞങ്ങളെന്തായാലും മിണ്ടാതിരിക്കത്തില്ല, ഞങ്ങൾ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കും, ഞങ്ങളൊക്കെ ആരാന്നറിയോ, ഞങ്ങളുടെ കൂടെ ഒരുപാട് വലിയ വലിയ ആളുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി പറയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതേ വലിയ വലിയ VIP അതുകൊണ്ട് ഞങ്ങളോട് കളിച്ചാൽ വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്കുള്ള 8ൻ്റെ പണി ഇവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക അഹങ്കാരത്തിൽ ഇങ്ങനെ പറയാണ്. കാരണം ഇവരൊക്കെ വലിയ വലിയ ആളുകളൊക്കെ ഇവരുടെ പിൻബലം ഉണ്ട്, ഇവരോട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഇടി കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പ്രിയങ്ക സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ആ ജയിൽവാസിയായിട്ടുള്ള ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു പെണ്ണ് അവിടെ കവിളത്തെ ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താണ് വിചാരിച്ചത്, നിൻ്റെയൊക്കെ സംസാരം കേട്ട് ഞാനിവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കും എന്നാണ് നീ വിചാരിച്ചത്, പിന്നെ നീ ഒന്നും ചത്ത് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ ഒന്ന് മേലിൽ ഞാൻ കൈ വെക്കാത്തത് എന്നൊക്കെ ഈ പെണ്ണങ്ങ് പറയാണ്. കാരണം ഈ പെണ്ണ് ഇവരെ എങ്ങാനും എന്തെങ്കിലും ചെയ്ത് അവരുടെ ജീവൻ അങ്ങ് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത്. ഇവരുടെ ക്യാരക്ടർ കണ്ടിട്ട് എന്തായാലും നന്നായിട്ട് പെരുമാറാനുള്ള എല്ലാ സ്വഭാവം ഇവരുടെ അടുത്ത് ഉണ്ട് എന്നൊക്കെയാണ് ഈ ജൈവവാസി പറയുന്നത്. അപ്പോൾ എന്തായാലും മിക്കവാറും ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് എന്തായാലും സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി വാങ്ങി കൂട്ടും എന്നാണ് തോന്നുന്നത്. ഇവരാണെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്ന ആ റൂമിലുള്ള സെല്ലുള്ള ബാക്കി കുറ്റവാളികൾക്ക് എതിരെയാണ്. ആ ഒരു സ്ത്രീകളാണെങ്കിൽ അത്യാവശ്യം തല്ലാനും കൊല്ലാനൊക്കെ അറിയുന്ന ഒരു ടൈപ്പ് സ്ത്രീകളും. അപ്പം മിക്കവാറും ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് തല്ല് വാങ്ങി കൂട്ടും എന്നാണ് സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും ക്യാരക്ടർ കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ആ പോലീസുകാർക്കാണെങ്കിൽ ഈ ഒരു സ്ത്രീകളോട് ഒരു ചെറിയൊരു കണക്ഷനുണ്ട്, ഇവരുടെ ഒരു ഭാഗത്താണ് അവർ നിൽക്കുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇനി ഇവരെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ശരത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, ഇനി ഇവരെ ജയിലിൽ നിന്ന് മോചിതയാകുമോ എന്നൊന്നും അറിയില്ല. അവരിനി മോചിതയായി കഴിഞ്ഞാൽ തന്നെ അവർ രാധികയുടെ അമ്മ യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇനി അവരുടെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വരുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം. ബൈ ഓൾ.